റാപ്പർ വേടന് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ഹർജി പരിഗണനയിലിരിക്കെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശം. ബലാത്സംഗ കേസിലാണ് വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ അഹമ്മദ് മുസ്തഫ നൽകും. മുസ്തഫ, എന്താണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്? ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് എന്താണ് കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ? അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്, അതൊരു നമുക്ക് പറയാം. പക്ഷെ നാളെയും വാദം തുടരും. കോടതി പക്ഷെ നാളെ തന്നെ അന്തിമ തീരുമാനം എടുക്കുകയാണെങ്കിൽ താൽക്കാലികമായി ആശ്വാസം എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. അതിനകത്ത് ഇന്നലെ വാദമുണ്ടായിരുന്നു. അതിന് നേരത്തെ ആദ്യം കോടതിയിൽ വന്നിരുന്നു, പോലീസിന്റെ നിലപാട് തേടിയിരുന്നു. അത് ഇന്ന് വാദം തുടർന്നു. പിന്നീട് നീണ്ടുപോയ സാഹചര്യത്തിൽ കോടതി ഇടപെട്ട് നാളെ വീണ്ടും ഈ വിഷയത്തിൽ വാദം തുടരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നോട്ട് ടു അറസ്റ്റ് വേണം എന്നുള്ളൊരു കാര്യം വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പ്രത്യേകമായി ഉന്നയിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലെങ്കിൽ പോലും ഒരു വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന് അത് വാദം തുടരുന്നൊരു ഘട്ടത്തിൽ അതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിബന്ധന അല്ലെങ്കിൽ പോലീസിനുള്ള ഒരു നിർദ്ദേശം പോലെയാണ് കോടതി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തത്. പ്രത്യേകിച്ച് ഒരു വിഷയം അന്തിമമായി പരിഗണിക്കുന്നത് വരെ പോലീസ് ആ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെ മറികടന്നു, പ്രത്യേകിച്ച് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് സ്വാഭാവികമായും ഇപ്പോൾ കോടതിയുടെ മുമ്പിലുള്ളത്. ആ വിഷയത്തിൽ ഒരു വാദം നടന്നുകൊണ്ടിരിക്കെ ആ വിഷയത്തിന്റെ മെറിറ്റ് മറികടന്നുകൊണ്ട് കോടതിയെ മറികടന്നുകൊണ്ട് പോലീസിനൊരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരം. പക്ഷേ നാളെ ഇനിയും വാദം തുടരാനുണ്ട്. കോടതി നാളെ തന്നെ ഈ വിഷയം തീർപ്പാക്കുകയാണെങ്കിൽ അതുവരേക്കാണ് ഇപ്പോഴുള്ള കോടതിയുടെ വാക്കാലുള്ള പരാമർശത്തിനുള്ള ഒരു വാലിഡിറ്റി. നാളെ വീണ്ടും ഈ വിഷയത്തിൽ വാദം തുടർന്ന് കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഒരു ജഡ്ജ്മെന്റ് പോലെ ഒരു വിഷയം പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു എന്ന് തന്നെ കോടതി എന്താണോ അന്തിമമായി പറയുന്നത് അതായിരിക്കും ഈ വിഷയത്തിൽ ഒരു മെറിറ്റായി വരിക. മറ്റൊരു കാര്യം, ചില വിഷയങ്ങളിൽ ഇന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക, പ്രത്യേകിച്ച് വേടനെതിരെ ഈ പീഡനക്കേസ് നൽകിയ പരാതിക്കാരിയുടെ അഭിഭാഷക ചില കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് 2 ദിവസങ്ങൾക്ക് മുമ്പ് വേടനെതിരെ കൂടുതൽ ആളുകൾ പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് 2 യുവതികൾ പരാതി നൽകിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിഭാഷക പറഞ്ഞു. അപ്പോഴാണ് കോടതി ചില കാര്യങ്ങൾ തിരിച്ചു ചോദിച്ചത്. പ്രത്യേകിച്ച് മാധ്യമ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പരിഗണിക്കാൻ കഴിയില്ല. കോടതിക്ക് മുമ്പിൽ ചില മെറ്റീരിയലുകൾ വേണം. അതുകൂടി അനുസരിച്ചാണ് കോടതി അത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുക. ഇത് പൂർണ്ണമായും നിയമപരമായ ചില വിഷയങ്ങളാണ്, അതല്ലാതെ മാധ്യമ വാർത്തകളെ അവലംബിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പോലീസുണ്ട്, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അവിടെ പരാതി കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് എന്താണ് ഒരു ക്രിമിനൽ വിഷയത്തിൽ റോൾ എന്ന് കൃത്യമായി തന്നെ കോടതി ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ രൂപത്തിലുള്ള വാദം കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഹൈക്കോടതിയിലെ ചില ഉത്തരവുകൾ, ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റു ചില ഹൈക്കോടതികളുടെ നിർണായകമായ നിരീക്ഷണങ്ങളുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് നിരവധിയായ പരാതികൾ ഇങ്ങനെ കോടതികളുടെ മുമ്പിൽ എത്തുകയാണ്. അതിൽ പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവർ ജാമ്യത്തിനു വേണ്ടി കാത്തുകിടക്കുന്നു. അത്തരം വിഷയങ്ങളിൽ കോടതി സമീപകാലത്ത് എടുത്ത ചില സ്റ്റാൻഡുകൾ ശ്രദ്ധേയമാണ്. ഇന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. ഉഭയസമ്മതപ്രകാരം നിരവധിയായ കാലം ബന്ധമുണ്ടായിട്ട് ആ ബന്ധം ഉലയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് വിള്ളലുണ്ടാകുമ്പോൾ പിന്നീട് അത് എങ്ങനെയാണ് പീഡന കേസാകുന്നത്, ബലാത്സംഗ കേസാകുന്നത് എന്ന് കൃത്യമായി തന്നെ കോടതി ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരെ പീഡന കേസായി മാറുന്നതിനെ കോടതി ന്യായീകരിക്കുന്നില്ല, അത് മുഖവിലക്കെടുക്കുന്നില്ല എന്ന് ഈ വിഷയത്തിന്റെ മാത്രം മെറിറ്റ് അല്ല, മറിച്ച് കോടതി ചില വാദങ്ങൾ കേൾക്കുമ്പോൾ അതിന് തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ശ്രദ്ധേയമാണ്. ആ നിരീക്ഷണങ്ങൾ സമാനമായ പല കേസുകളിലും അവലംബിക്കാൻ കഴിയുന്നതാണ്. പോലീസിന്റെ നിലപാട് എന്താണ് ഈ ജാമ്യാപേക്ഷ നൽകുന്നതിൽ? ഒരിക്കൽ കൂടി തന്നെ യെസ്, അതായത് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്താണ് കോടതി? അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിലുണ്ട്. അതിനനുസരിച്ച് പ്രോസിക്യൂഷൻ വാദത്തിലേക്ക് കോടതി പൂർണ്ണമായി കടന്നിട്ടില്ല. കാര്യം, ഈ പരാതിക്കാരി ഇന്നലെയാണ് ഈ വാദം നടക്കുന്നതിനിടയിൽ തന്റെ കൂടി ഭാഗം കേൾക്കണം. ആ ഹർജിയിൽ സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതായത് പ്രോസിക്യൂഷനാണ് അതിനകത്ത് അന്തിമമായി നിലപാട് പറയാറുള്ളത്. പരാതിക്കാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യങ്ങൾ കുറവാണ്. ഇന്നിപ്പോൾ ഈ കേസ് ഇന്നലെ പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയുടെ അഭിഭാഷക ഒരു കക്ഷി ചേരാൻ ഒരു അപേക്ഷ നൽകുകയും കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിൽ വേടന്റെ അഭിഭാഷകന് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല, അത് കോടതി അംഗീകരിച്ചു. അവരുടെ വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രോസിക്യൂഷന്റെ വാദം വിശദമായി തന്നെ വരേണ്ടതുണ്ട്. നാളെ വിധി വരുമോ ജാമ്യാപേക്ഷയിൽ?
നാളേക്ക് ഈ വാദം തുടരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ വാദത്തിന്റെ അന്തിമ വാദം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് കോടതിയിൽ ഇതൊരു അന്തിമ നിലപാടെടുക്കുക. ഒരു പക്ഷേ ഇന്നിപ്പോൾ പരാതിക്കാരിയുടെ അഭിഭാഷകയുടെ വാദം നാളെ തന്നെ തുടരേണ്ടതുണ്ട്. അവരുടെ വാദം പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് നാളേക്ക് വെച്ചത്. അതിനുശേഷം അത് വിശദമായി കേൾക്കുമ്പോൾ നാളെ തന്നെ പ്രോസിക്യൂഷൻ ഇപ്പം നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിലെ വിശദമായ വാദം നടക്കേണ്ടതുണ്ട്. അതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് റാപ്പർ വേഡന്റെ അഭിഭാഷകന്റെ വാദം കൂടി നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ വാദം നടന്നതാണ്. എന്തായാലും കൗണ്ടർ വാദങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോടതി ഒരു പക്ഷേ നാളെ അന്തിമ ഉത്തരവ് പ്രതീക്ഷിക്കാം. പക്ഷേ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് ഓർഡറിന് വേണ്ടി റിസർവ് ചെയ്യുകയും ചെയ്യാം.